ഒരു പാർട്ടി, BJP ഒപ്പത്തിനൊപ്പം നിന്നിരുന്നൊരു പാർട്ടി, അവർ പിന്നീട് മഹാവികാസ് അഗാഡി സഖ്യത്തിൽ ചേർന്നുകൊണ്ട് കോൺഗ്രസിനും NCPക്കും ഒപ്പം ചേരുകയായിരുന്നു. ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലടക്കം ഇവർ ഒരുമിച്ച് നിൽക്കുന്നതും നമ്മൾ കണ്ടു, വിജയം കൊയ്യുന്നതും കണ്ടു. ഇവിടെ ചെക്ക് വെച്ചിരിക്കുന്നത് ഉദ്ധവ് താക്കറെയാണ്. BJPയുമായുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നാണ് 2019 NDA സഖ്യത്തിൽ നിന്ന് ശിവസേന കോൺഗ്രസിനും NCPക്കും ഒപ്പം ചേരുന്നത്. തീവ്ര ഹിന്ദുത്വ ആശയങ്ങളിൽ വോട്ടുറപ്പിച്ച പാർട്ടി കോൺഗ്രസിനും NCPക്കും ഒപ്പം എത്ര കാലം ആയുസുണ്ടാകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ഇതൊക്കെ ഇപ്പൊ തകർന്നു വീഴും, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെയാണ് BJP എന്ന് വിചാരിച്ചത്. ഇതിനിടയ്ക്ക് ഏകനാഥ് ഷിൻഡെ ബാലാ സാഹിബിന്റെ യഥാർത്ഥ പിൻഗാമിയാണെന്ന് അവകാശപ്പെട്ട് നന്നായി വർഗീയതയും വിളമ്പിയപ്പോൾ മുസ്ലിം വോട്ട് കൂടി പ്രതീക്ഷിക്കുന്ന ഉദ്ധവ് താക്കറെക്ക് മിണ്ടാൻ പരിമിതികളും ഉണ്ടായിരുന്നു. മുസ്ലിം വിദ്വേഷം ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ട മറാത്ത മണ്ണിൽ കാലങ്ങളായി പോരടിച്ച മുസ്ലിങ്ങൾ ശിവസേനക്കൊപ്പം നിന്നതോടെ ബലം വന്നപ്പോൾ 48 സീറ്റിൽ 30 മഹാവികാസ് അഗാഡി സഖ്യം വിജയിച്ചു കയറുന്നതും നമ്മൾ കണ്ടു. അവിടെ തോറ്റത് BJP മാത്രമായിരുന്നില്ല, ബാൽ താക്കറെയുടെ പ്രത്യയശാസ്ത്രം കൂടിയായിരുന്നു. ശിവസേനയുടെ പ്രതിപക്ഷത്തേക്കുള്ള കൂടുമാറ്റമാണ് 100ാം വാർഷികം ആഘോഷിക്കാനിരുന്ന ഹിന്ദുത്വത്തിന് ലഭിച്ച ഏറ്റവും വലിയ അപായ സൂചന, അല്ലെങ്കിൽ തിരിച്ചടി. അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതിലെ വീഴ്ച സംഘപരിവാരത്തിന് നന്നായി മനസ്സിലാക്കാൻ ഇക്കഴിഞ്ഞ ജൂൺ 5 വരെ കാത്തിരിക്കേണ്ടിയും വന്നതാണ് ഒരു സത്യം. ഹിന്ദുത്വത്തിന് വളരാൻ ഒരു പാർട്ടിയുടെയോ സംഘടനയുടെയോ ശക്തിയുടെ പിൻബലമോ ആവശ്യമില്ലാത്ത വിധം അത് ഈ പൊതുമണ്ഡലത്തിൽ, ഈ മണ്ണിൽ, അതിന്റെ സാംസ്കാരിക ഇടങ്ങളിൽ അടിത്തറയുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നാളിതുവരെയുള്ള ഹിന്ദുത്വത്തിന്റെ എല്ലാ മൂല്യങ്ങളും ബ്രാൻഡായി നിലനിന്ന ശിവസേനയ്ക്ക് ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ ചുവടുമാറ്റത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്ര മാറ്റങ്ങളിൽ പോലും പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഹിന്ദുത്വ തണലിലല്ല ആ പാർട്ടി നിലകൊള്ളുന്നത് എന്നത് ഒരു വാസ്തവം കൂടിയാണ്. പറഞ്ഞു വരുന്ന ഒന്നുമല്ല, ഹിന്ദുത്വത്തെ തീവ്രമായി എടുത്തു കാണിച്ചുകൊണ്ട്, മുസ്ലിം വിരുദ്ധതയെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മോദി ഒരു പ്ലാൻ വരച്ചു. പക്ഷെ ആ പ്ലാൻ 8 നിലയിൽ പൊട്ടി എന്ന് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുലിനെ നോക്കിയാൽ മനസ്സിലാവും. രാജ്യത്ത് തീവ്രത വേണ്ടത് ഹിന്ദുത്വത്തിനല്ല, മതേതരത്വത്തിനാണ് എന്നാണ് രാഹുൽ ഊട്ടി ഉറപ്പിച്ച് പറഞ്ഞത്. രാജ്യത്ത് ഏതെങ്കിലും ഐതിഹ്യമാലകളുടെ കഥയല്ല പറയേണ്ടത്, അതല്ല നടപ്പിലാക്കേണ്ടത്, മനുസ്മൃതിയുടെ വഴികളിലൂടെ അല്ല പോകേണ്ടത് എന്നും ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുലിനെ നോക്കിയാൽ മനസ്സിലാവും. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. 2 വർഷത്തോളം എടുത്ത് 949 എഴുതി തയ്യാറാക്കി 950 രാജ്യത്തിന് സമർപ്പിച്ച് ഈ രാജ്യം ഒരു റിപ്പബ്ലിക്കായി മാറുന്നിടത്ത് രാഹുൽ ഊട്ടി ഉറപ്പിച്ചു പറഞ്ഞു, ഇത് മതേതര രാജ്യമാണ് എന്ന്.